ആദ്യ ഭാഗം കാണാത്തവർ ഈ ഭാഗം കണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ആദ്യ ഭാഗം കണ്ടതിന് ശേഷം ഈ ഭാഗം കാണാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു എടുത്തെടുത്തു തന്നെയാണ് തുടങ്ങുന്നത്. ഐപ്പിയ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോയാലോ. പിന്നെ പടന്മാരെ കൂട്ടിക്കൊണ്ട് കറുത്ത ഉറുമ്പിൻ്റെ കോട്ടയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഉറുമ്പുകൾ പോകുന്നത്. കയ്യിലെടുക്കാൻ പറ്റുന്ന ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഓരോ കൂട്ടങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വണ്ട് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അതിന് ഒരു ഇത് വരികയാണ്. അതായത് ഒരു സ്വപ്നം വന്നിട്ട് ഒരു തേൻ കുടിക്കുന്നൊക്കെ ആയിട്ട് തോന്നുന്നു. പെട്ടെന്ന് നെട്ടി നിൽക്കുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് നിന്നിട്ട് പറക്കാനായിട്ട് നോക്കുന്നു. ചിറക് വന്നായിട്ട് കാണുന്നു. പറന്ന് നോക്കുമ്പോൾ നല്ല രീതിക്ക് പറക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അവിടെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഈ അവിടെ ഒരു ഉറുമ്പ് ഇതൊക്കെ കാണുന്നുണ്ട് ചെയ്യുന്നു. അങ്ങനെ അവർ എന്തോ സൗണ്ട് കേട്ട് നീക്കുകയാണ് ചെയ്യുന്നത്. നീച്ച് നോക്കുമ്പോൾ ചുവന്നുറുമ്പ് അവരെ കോട്ട മൊത്തം വളഞ്ഞിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവരെ കോട്ട മൊത്തം ചുവന്നുറുമ്പ് വളയുന്നു. അങ്ങനെ അവർ നോക്കുമ്പോൾ അവർ പീരങ്കിയും ഒക്കെ തയ്യാറാക്കുന്നു. അങ്ങനെ ഉറുമ്പനടിക്കുന്ന മെഷീൻ വരെ അവരൊക്കെ ഉണ്ട്. അങ്ങനെ അവർ നേതാവ് പറയുകയാണ് കോട്ട വെടിയേക്കാൻ. അങ്ങനെ അവരെല്ലാ സാധനങ്ങളും എടുത്ത് ഒരു കോട്ട തകർക്കാനായിട്ട് നോക്കുന്നു. അങ്ങനെ കോട്ടയിലേക്ക് കയറാൻ നോക്കുകയാണ് ചുവന്നുറുമ്പ് ചിക്കൊക്കെ വെച്ച് എറിയുമ്പോൾ അവർ എല്ലാവരും കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ നോക്കുമ്പോൾ കോട്ടയിലേക്ക് കയറാൻ നോക്കുന്നു. അങ്ങനെ ഉപ്പും അതുപോലെ തന്നെ ചെപ്പിത്തോണ്ടി ഒളിക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, മിഠായി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് ചുവന്നുറുമ്പിൻ്റെ മേത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അവരും അവിടെ സൈഡിൽ നിന്ന് നല്ലത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വീര്യം കിട്ടതും അപ്പുറത്തെ സൈഡ് തുളച്ച് വന്ന് അവരുടെ മേത്തേക്ക് തന്നെ വീഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ നോക്കുമ്പോൾ അവരുടെ റാണിൻ്റെ അടുത്ത് പോയിട്ട് എല്ലാ കാര്യം പറയുകയാണ് ചെയ്യുന്നത്. യുദ്ധത്തിനപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്തു എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു നേതാവിൻ്റെ അടുത്ത് പോയിട്ട് നമ്മളതിനുള്ളതൊക്കെ തയ്യാറാക്കി എന്ന് പറയുകയാണ്. അങ്ങനെ അവർ ഒരു തീപ്പെട്ടി എടുത്ത് വെക്കുന്നു. അങ്ങനെ ഓരോ ആയുധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ളത് ഒരു പടക്കുകളാണ് അവരുടെ ആയുധം. ആ പടക്കങ്ങളായിട്ട് അവർ എല്ലാ സ്ഥലത്തും വെക്കുന്നു. എന്നിട്ട് കത്തിക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അവർ നോക്കുകയാണ് ചെയ്യുന്നത്. ഒരു തീപ്പെട്ടിയുള്ളൂ. അപ്പോൾ എങ്ങനെ കത്തിക്കുക എന്ന് നോക്കുമ്പോൾ കുറേ നേരം നോക്കിയ ശേഷം ഒരാൾ മേലെ കയറിയിട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. ഇങ്ങോട്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഉറുമ്പുകളൊക്കെ ചുവന്നുറുമ്പ് പേടിക്കുമ്പോൾ അവർ കത്തിച്ച് വിടുന്നു. അങ്ങനെ ചുവന്നുറുമ്പ് ഒക്കെ നോക്കുമ്പോൾ അത് മേലെ പോയി കുറേ നേരം മേലെ പോയി കറങ്ങി തിരിഞ്ഞിട്ടൊക്കെ അവർ അവിടെ പോയിട്ട് പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ ഒരു തീപ്പെട്ടിൻ്റെ തിരി കഴിഞ്ഞതും അവർ അറ്റാക്ക് ചെയ്യാൻ പറയുന്നു. അങ്ങനെ കോട്ടേൻ്റെ വാതിലൊക്കെ ചെന്നിട്ട് ഒരു സാധനമായിട്ട് ഇങ്ങനെ അതിന്മേൽ തട്ടാണ് ചെയ്യുന്നത്. പൊളിക്കാനായിട്ട് നോക്കുക. അതിൻ്റെ ഉള്ളിൽ നിന്നും അവരെ തടുത്ത് നിർത്താനായിട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറേ ചുവന്നുറുമ്പ് കുറേ സാധനങ്ങൾ എടുത്തെറിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വേർഡ് പറയുകയാണ്. അങ്ങനെ എനിക്കൊരു തീപ്പെട്ടി എവിടെ ഉള്ളതെന്ന് അറിയാമെന്ന് ആ ബേർഡ് പറയുന്നു. അപ്പോൾ അത് നീ എടുത്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ട് അതിനുള്ള വണ്ടി തയ്യാറാക്കിയെന്ന് പറയുന്നു. ഒരു നോട്ട് അവരെടുത്ത് കൊടുക്കുന്നുണ്ട്. വിമാനം പോലെ ഉണ്ടാക്കിയിട്ട് അവർ സ്ഥലത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മേലെ ആ ബേർഡിനെ നിർത്തിക്കൊണ്ട് പറപ്പിച്ച് വിടുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി ഒക്കെ അത് കളിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. കുറേ സാധനങ്ങൾ ചുവന്നുറുമ്പ് അതിൻ്റെ മേലെ അടിക്കാൻ നോക്കുമ്പോൾ അപ്പോൾ വിമാനം പൊട്ടി അവിടെ പോകുന്നു. അങ്ങനെ അവർ അതിൻ്റെ ഉള്ളിൽ നിന്നും പ്രാണി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉറുമ്പുകൾ അവർ ചതിച്ചോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ പറന്ന് പോവുകയാണ് ചെയ്യുന്നത്. പറന്ന് ഒരു സ്ഥലത്തെത്തി ആ തീപ്പെട്ടി പൊക്കാനായിട്ട് നോക്കുമ്പോൾ പറ്റുന്നില്ല. അപ്പോൾ ഒരു ജീവി വരുന്നത് കണ്ടിട്ട് ചിലന്തി വരുന്നത് കണ്ടിട്ട് അവിടുന്ന് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ചിലന്തി വന്നിട്ട് പൊക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരുട്ടായി തുടങ്ങി. അങ്ങനെ ഉറുമ്പുകളുടെ കോട്ട അവർ ഉള്ളിലേക്ക് പോകാതെ അവിടെ തടുത്ത് നിർത്തിയിരിക്കുകയാണ്. റാണിൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ഉണ്ട്. അങ്ങനെ അവർ ചതിച്ചു എന്ന് കരുതിയിട്ട് അവർ
കാത്തു നിൽക്കുകയാണ് തീപ്പെട്ടിക്ക് വേണ്ടി. അങ്ങനെ തീപ്പെട്ടീൻ്റെ പിന്നാലെ പോയി അവർ എട്ടുകളിൻ്റെ ഒരു കോട്ടയിൽ എത്തുകയാണ്. അങ്ങനെ ഒരു ഓട് കാണുന്നു. അങ്ങനെ ആ കോട്ടൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞു വീടിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്ന കാണുന്നു. അങ്ങനെ ആ കോട്ടയിലേക്ക് കയറി പോകുന്നു, 2ാം നിലയിലേക്ക്. അങ്ങനെ അവിടുത്തെ എട്ടുകളി എന്തൊക്കെ കാട്ടുന്നു. അപ്പോൾ അത് നോക്കിയിരിക്കുമ്പോൾ തവള അവിടെ നോക്കുന്നു. തവള എന്നിട്ട് ആ പ്രാണിനെ പിടിക്കുകയാണ് ചെയ്യുന്നത്. ആ പ്രാണിനെ കൊണ്ടുപോകാനായിട്ട് നോക്കുമ്പോൾ അത് എട്ടുകാലി കാണുന്നു. അങ്ങനെ അവർ വീട് ചെരിഞ്ഞ് ഒരു ഭാഗത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അങ്ങനെ എട്ടുകാലി അതിനൊരു ഫ്രൂട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് കുടിച്ചതിൻ്റെ ശേഷം ഫ്രണ്ട്സ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തീപ്പെട്ടിമേൽ കയറി നിന്നിട്ട് ഇതിനു വേണ്ടി തന്നെ വന്നതെന്ന് പറയുന്നു. അപ്പോൾ അത് എനിക്കിപ്പോൾ പൊക്കാൻ പറ്റും, നീ കുറച്ച് തീപ്പെട്ടി പുറത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ബായ് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ എട്ടുകാലിൻ്റെ അവിടുന്ന് പുറത്തിറങ്ങുന്നു. അങ്ങനെ കോട്ടനിൽ അവിടുന്ന് വന്നതിൻ്റെ ശേഷം ലേഡി ബേർഡ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉറുമ്പുകൾ അതിൻ്റെ അതേമാതിരത്തെ ലേഡി ബേർഡിനെ ശല്യപ്പെടുത്തുന്നത് കാണുന്നു. അങ്ങനെ അത് തീപ്പെട്ടിയുടെ ഒറ്റൻ്റെ ശേഷം പറ്റുമെങ്കിൽ എന്നെ പിടിക്കട എന്ന് പറയുന്ന അതിനെ ഒരു എടുത്തേക്ക് വരുന്നു ഈച്ച. അപ്പോൾ ഒരു ഗ്യാസ് ഇട്ടിട്ട് ഒറ്റ പോക്കണ്ട് പോകുന്നു. അങ്ങനെ റോഡിലേക്ക് നല്ല പോക്കിൽ പോയിട്ട് ഒരു റോഡുമൊക്കെയാണ് പോകുന്നത്. അങ്ങനെ ഒരു വണ്ടി വരുന്നതായിട്ട് തോന്നുന്നു. അങ്ങനെ വണ്ടി വരുന്നത് കണ്ടതിന് ശേഷം ആ വണ്ടീൻ്റെ നേർക്ക് തന്നെ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ വണ്ടീൻ്റെ അവിടുത്തേത് വെട്ടിച്ച് മാറ്റുന്നു. ആ ഈച്ചകൾ അതിമ തട്ടി പോകത്തില്ലാതെ അവിടെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നു. അങ്ങനെ ആ തീപ്പെട്ടി എടുത്തുകൊണ്ട് അവിടെ കോട്ടയിലേക്ക് പോകുന്നു. ഇപ്പോൾ അവിടെ യുദ്ധം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ കോട്ട നോക്കുമ്പോൾ കുറച്ചൊക്കെ തകർന്നിരിക്കുകയാണ്. അവർ യുദ്ധത്തിൽ തോറ്റു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇത് വരുന്ന തീപ്പെട്ടിയിട്ട് വന്ന് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നീ ഞങ്ങൾ ചതിച്ച് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ആ തര കൊടുക്കുകയാണ് പടക്കത്തിന് കൊടുത്തതും അത് സ്ഥലത്തൊക്കെ ഇങ്ങനെ ആണ്ടും കൊണ്ടും പോയി മേലെ പോയിട്ട് പൊട്ടുകയാണ് ചെയ്യുന്നത്. മേലെ പോയി പൊട്ടിയതിൻ്റെ ശേഷം അവർ നടുക്കൊക്കെ വീണ് എല്ലാവർക്കും ഭയങ്കര ഒരു യുദ്ധം തന്നെ അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവരെല്ലാം പിന്തിരിഞ്ഞ് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ യുദ്ധങ്ങളൊക്കെ കുറച്ച് അവസാനിച്ചതിൻ്റെ ശേഷം അവിടെ കുറേ തെയ്യം ഒക്കെ ആയി. അപ്പോൾ അതിൻ്റെ കോട്ടയിൽ വന്ന് റാണിക്കൊന്നും പറ്റിയിട്ടില്ല. അവർ പേടിച്ച് നിൽക്കുകയാണ് ഇത് ചെയ്യുന്നത്, തീയൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞു എന്തോ ഒരു വലിയ കാട്ടുതീ അണിച്ചിട്ട് അവിടെ ഫയർ ഫോഴ്സ് വന്നിട്ട് വെള്ളമൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവർ പുതിയ കോട്ട അവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പുതിയ കോട്ട അവിടെ ഉണ്ടാക്കുന്നു. അങ്ങനെ അവർ വീട് മാറുമ്പോൾ സൂര്യനെ നോക്കിയിരിക്കുന്നിടത്ത് ഈ സിനിമ അവസാനിക്കുന്നു. ഇത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ സിനിമയ്ക്ക് ഒരു സംസാരമോ ഒന്നും തന്നെ ഇല്ല, അവരൊന്നും പറയുന്നില്ല. ഇതൊക്കെ ഞാൻ കയ്യിൽ നിന്നിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് വേറൊരു ഹിന്ദി യൂട്യൂബേഴ്സിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓ നമ്മൾ അടുത്തൊരു വിളിക്കണം. ബായ്. ഐ പി